ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെ ഈവനിങ് വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ നിങ്ങളതിനെ വെട്ട് കേക്ക് വ്ളോഗ് എന്ന് വിളിച്ചോ. കാരണം മെയിനായിട്ട് ഞാനിതിൽ വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് ചെറിയ ചെറിയ ജോലികളും, അങ്ങനെ ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ഈവനിങ് വ്ളോഗിൽ കാണിച്ചിരുന്ന പൂമൊട്ടുകളൊക്കെ വിരിഞ്ഞതാണ് കേട്ടോ. വളരെ സന്തോഷമായി, നല്ല സുന്ദരി പൂവുകളാണ്. നമുക്ക് വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ അന്തരീക്ഷം, സമയം 3 മണി. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്ന് സിനിമ കാണുന്ന ഭർത്താവ്, ഉറങ്ങി തളർന്നു കിടക്കുന്ന മകൻ. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംഭവം എടുത്തു വെക്കാൻ മറന്നുപോയി. മോൻ ഉറങ്ങിയിട്ട് കുറച്ച് സമയമായി, ഇന്ന് നേരത്തെ ഉറങ്ങിയുണ്ട് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. ഭയങ്കര പ്രതീക്ഷയോടെ അടുക്കളയിലേക്ക് പോകാൻ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു സൗണ്ട് കേട്ടത്. വന്ന് നോക്കിയപ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷകളും നശിപ്പിച്ചുകൊണ്ട് ഒരാൾ എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൈവിട്ട് പോയിട്ടോ. പിന്നെ ആളെ ശരിയാക്കണം. അപ്പോൾ കുറച്ച് സമയം ഞാൻ അവൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആയിരിക്കുന്ന പാത്രത്തിൽ മോനിക്ക് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി പാല് തിളപ്പിച്ച് വെച്ചതാണ്. ഉമ്മയാണ് തിളപ്പിച്ച് വെച്ചത്. ഉമ്മ ഇവിടെ ഇല്ല, ഉമ്മയും പുറത്ത് പോയേക്കാണ്. അപ്പോൾ അതൊരു ചെറിയ ചൂടാവുമ്പോൾ തന്നെ ഉറയൊഴിക്കണമല്ലോ. അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ജോലിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോനെ ആണെങ്കിൽ ഞാൻ ഇക്കാക്കാടെ അടുത്ത് ഏൽപ്പിച്ചേക്കാണ്. പിന്നെ ഇടയ്ക്ക് അവൻ്റെ അടുത്തോട്ടും പോകണം, അല്ലെങ്കിൽ അവൻ എന്നെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരും. അപ്പോൾ അങ്ങനെ ഒക്കെ ആയിട്ട് തട്ടിയും മുട്ടിയും നമ്മുടെ ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും വെട്ട് കേക്കിലോട്ട് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു പെട്ടെന്ന് തന്നെ കുറച്ച് സമയം കുഴച്ച് വെക്കേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് പഞ്ചസാര എടുത്ത് പൊടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അളന്നെടുക്കാൻ. അളന്ന കാര്യമൊന്നും പറയണ്ട, ഞാനതിനാകെ നാശകോടാലിയാക്കി. അങ്ങനെ അളന്ന് വന്നപ്പോൾ തികയില്ല. 3/4 കപ്പ് വേണം, ഇത് 1/2 കപ്പ് കഷ്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി എടുത്തു. ഞാൻ 2 ഏലക്കായയും കൂടി വേണം. ഏലക്കായ പൊടിച്ചതുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി അതിൽ കൂടി ഇട്ട് പൊടിച്ചെടുത്തു. അങ്ങനെ പൊടിക്കൽ കഴിഞ്ഞതോടുകൂടി പിന്നെ 2 മുട്ട വേണം. അപ്പോൾ അതും കൂടി അതിലേക്ക് ഉടച്ചൊഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് പൊടിയുടെ അളവാണ് ഞാൻ പറയുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് ഈ 2 മുട്ടയും 3/4 കപ്പ് പഞ്ചസാരയും പൊടിച്ചതും കൂടി വേണ്ടത്. പൊടിച്ചിട്ടുള്ള അളവാണ് കേട്ടോ. അതിന് പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടണം. ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടി. പിന്നെ 1 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനൊരു മണ്ടത്തരം വീണ്ടും ചെയ്തത് മിക്സ് ചെയ്യണേ മുന്നേ തന്നെ പൗഡർ ഇട്ടെന്നുള്ളതാണ്. പിന്നെ ഞാനിപ്പോൾ തന്നെ ഒരു തെറ്റ് പറഞ്ഞു കേട്ടോ. 1 കപ്പല്ല, 2 കപ്പ് മൈദപ്പൊടിക്കാണ് ഇത്രയും അളവെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ 1 കപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം മിക്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എഫേർട്ട് എടുക്കേണ്ടി വന്നു. എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അതിനുശേഷം 2ാമത്തെ കപ്പിൽ നിന്ന് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇത് ശരിക്കും നല്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴക്കണം. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് കയ്യിലൊട്ടും. അപ്പോൾ എങ്കിലും പിന്നെ നമ്മൾ ഇങ്ങനെ കുഴച്ച് ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരുവാവണ വരെയും കുഴയ്ക്കാം. അപ്പോൾ ഇതിൽ അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് കുഴയ്ക്കാം. ഒരുപാട് കുഴച്ച് കഴിഞ്ഞിട്ടും പോകണമെന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒരു അല്പം കൂടി പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഓയിലാണ് ചേർക്കുന്നത്. വീണ്ടും മണ്ടത്തരം ചെയ്യണം. പുതിയ ഓയിലിൻ്റെ കുപ്പി ആയതുകൊണ്ട് അതിൻ്റെ അകത്തെ ക്യാപ്പ് മാറ്റിയിട്ടുണ്ടായില്ല, മാറ്റാതെ ഇട്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2-3 തുള്ളി ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിൽ വാങ്ങാറില്ല, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉപ്പാക്ക് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ എന്തോ മായമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം മാനസികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് ബ്രാൻ ഓയിൽ വാങ്ങിച്ചത്. പക്ഷേ റൈസ് ബ്രാൻ ഓയിലും വെളിച്ചെണ്ണയൊക്കെ ഏകദേശം ഒരു റേറ്റ് തന്നെ വരുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഓയിലൊന്നും പറഞ്ഞ് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതും വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് നല്ല ഡോ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി കുറച്ച് സമയം ഒരു 1 മണിക്കൂറെങ്കിലും നന്നായിട്ട് വെച്ചാൽ മാത്രമേ നന്നായിട്ട് ഉള്ള കേക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അത് ഇങ്ങനെ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ. എന്നിട്ട് നന്നായിട്ടൊരു പാത്രം വെച്ച് മൂടി സെക്യൂറായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അത് കഴിയുമ്പോൾ തന്നെ അവിടെ ഉള്ള പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ അവിടെ കിടന്ന് പിന്നെ നമുക്ക് എനിക്ക് മെഷർമെൻറ്റ് കപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് എന്തോ പോലെയാണ് അവിടെയൊക്കെ ഇരിക്കണത്. അപ്പം തന്നെ അതൊക്കെ കഴുകണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഇങ്ങനെ ബാസ്ക്കറ്റിലാണ് കേട്ടോ കഴുകി ഇങ്ങനെ വെക്കാറ്. അതിലെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോഴാണ് ഹാങ് ചെയ്തിടാറ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഈ മെഷർമെൻറ്റ് കപ്പ് അത് കാണുമ്പോൾ എപ്പോഴും ചേച്ചി ഓർമ്മ വരും.
അപ്പോൾ അതിന് ശേഷം ഈ കൗണ്ടർ ടോപ്പൊക്കെ അപ്പോൾ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇടുകയാണ്. അതിനുശേഷം ഇനി മോനിക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഒരു മുട്ട എടുക്കുകയാണ്. ചെറിയൊരു പാൻ കേക്ക് പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇടാമെന്ന് വിചാരിക്കുന്നത്. അവന് മൈദപ്പൊടി വെച്ചിട്ടല്ല, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കാറ്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓട്സും ബദാമും വറുത്തിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ദോശയായാലും എന്തും ഞാൻ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഗോതമ്പ് പൊടി വെച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അവന് ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. കുറച്ചും കൂടിയും പാലും കൂടി ചേർക്കാനുള്ളതുകൊണ്ട് ഞാനിത് ഇത്തിരി കൂടി തിക്കാക്കി എടുത്ത് കുറച്ചും കൂടിയും പൊടി ഇട്ടിട്ട്, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് പാലും കൂടിയും ചേർത്ത് ആ ഒരു പാൻ കേക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് ഇങ്ങനെ ഇളക്കിയെടുക്കുക. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിദ്യകളാണ്. അവൻ മുട്ടയൊന്നും കഴിക്കില്ല നേരിട്ട് കൊടുത്താലും. ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണ് ചിലപ്പോൾ ഞാനിതിൽ പഴമൊക്കെ ചേർക്കും. അവന് കഴിക്കാത്ത എന്തുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചേർത്താണ് കൊടുക്കാറ്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒരേ തവിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, നന്നായിട്ട് കുക്കാവാൻ വേണ്ടി. പാൻ ആദ്യം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കും. ഒരെണ്ണം ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ബബിൾസ് അതിൻ്റെ പുറത്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ മറിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അത് കൊടുത്തു, മോനിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഡോ ശരിയാവാൻ സമയമുണ്ടല്ലോ. അപ്പോൾ അതേ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നത് വേഗം മടക്കി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ച് ജോലികളൊക്കെ അങ്ങനെ നടന്നു. അപ്പോൾ അതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ ആയില്ല കേട്ടോ. ഞാൻ സത്യത്തിൽ 1 മണിക്കൂറിന് മുമ്പ് എടുത്തു. കറക്റ്റ് 1 മണിക്കൂർ ആയിട്ടില്ല. ഓൾറെഡി വൈകിയോണ്ട് എല്ലാവർക്കും വൈകുന്നേരം വരുമ്പോഴത്തേനും കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു. അപ്പോൾ അതിന് നമ്മളിത് എടുത്തതിന് ശേഷം കയ്യിൽ ഇത്തിരി ഓയിൽ തടവിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പൈപ്പ് പോലെ ഇങ്ങനെ നീട്ടി കൊണ്ടുവരണം. അപ്പോൾ പാത്രമാണ് ഈ കിടന്ന് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയിലൊരു കിച്ചൺ ടവലൊക്കെ വെച്ച് സെറ്റാക്കി നമ്മൾ വീണ്ടും പോവാണ്. നീണ്ട് ഇങ്ങനെ ഒരു പൈപ്പ് പോലെ എടുക്കണം. ഏകദേശം 1 ഇഞ്ച് കനത്തിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് നമ്മൾ നീട്ടണമെന്നെങ്കിൽ മാത്രം. എനിക്ക് ഒരുപാട് വലിയതായിട്ട് ഇഷ്ടമല്ല. അതിൻ്റെ ഉള്ളിൽ കുക്കാവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേലും കുറച്ചും കൂടി ക്രഞ്ചി ആയിട്ട് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല തിന്നായിട്ടാണ് ഇത് മുറിച്ചെടുക്കുക. നമ്മൾ എന്തായാലും ഇത് പൊരിക്കുന്ന സമയത്ത് വീർത്ത് വരുമല്ലോ. അപ്പോൾ എനിക്ക് കൗണ്ടർ ടോപ്പിൽ ചെയ്യുന്ന കാര്യം അത്ര ഇഷ്ടമല്ല. ഇത് ടൈൽസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് കേട്ടോ ഞാനത് മുറിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ 2 കൈ വെച്ച് ഒരുമിച്ച് ഇങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ ആക്കി വെക്കാം. അതിനുശേഷം ആദ്യത്തേത് ഞാൻ സ്ക്വയർ പോലെ ഉണ്ടോ കട്ട് ചെയ്യണേ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ സ്ക്വയറാക്കി കട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഒരേ അളവിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരികൊക്കെ ഒരുപോലെ വന്നില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് ട്രയാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ ഒരുപോലെ കട്ട് ചെയ്യാൻ ശ്രമിക്കാം. എനിക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടം ട്രയാങ്കിളാണ് കേട്ടോ. പെട്ടെന്ന് കഴിയും. പക്ഷേ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാൻ ഭംഗി സ്ക്വയറിലുള്ളതാണ്. അപ്പോൾ ട്രയാങ്കിളും കട്ട് ചെയ്തു. അപ്പോൾ അതിലും നമ്മൾ ബാക്കി വന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നത് ആ ബാക്കി വന്ന ഭാഗങ്ങളെല്ലാം കൂടി എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ സ്ക്വയർ പോലെ കട്ട് ചെയ്തതിൽ ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മളിങ്ങനെ ക്രോസ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്രോസ് പോലെ കൊടുക്കുമ്പോൾ അത് മുഴുവനായിട്ട് വിടിയിക്കരുത്. ജസ്റ്റ് അതിൻ്റെ അടിവശം എത്തുമ്പോൾ തന്നെ നിർത്തുക. മുഴുവനായിട്ട് വിടിയിച്ച് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോകില്ല. പക്ഷേ ട്രയാങ്കിൾ ആണെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ട് വിടിയിക്കണം കേട്ടോ. അതിലൊരു ഒറ്റ കട്ടവും നമ്മൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇനി ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തിയ ചില രൂപങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിന് കൊടുത്തിട്ടുണ്ട്. എന്താവും നമുക്ക് പൊരിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. റൈസ് ബ്രാൻ ഓയിൽ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കളർ ഇരിക്കുന്നത്. പൊതുവേ ഹെൽത്തി ആയിട്ടുള്ള ഓയിലാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഓയിൽ ചൂടായൊന്ന് ചെക്ക് ചെയ്തതാണ്. അതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓയിൽ നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിൻ്റെ ഉള്ളൊക്കെ കുക്കാവേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ
തിരിച്ചും മറിച്ചിട്ടിട്ട് അതുപോലെ തന്നെ കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ അങ്ങനെ ഇത് കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കളറൊന്നും ചേർക്കണില്ലല്ലോ, ഫുഡ് കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ മഞ്ഞ കളറിലാണ് കിട്ടാറ്, അത് ഒരു ഫുഡ് കളർ ചേർത്തിട്ടാണ്. അപ്പോൾ ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ എടുത്തതാണ് ഈ കാണുന്നത്. എനിക്ക് കണ്ടോ, അതൊരു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിടർന്ന പോലെയാണ് ഇരിക്കുക. എനിക്ക് ആ സ്ക്വയറിൽ എടുത്തതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അതൊരു ഫ്ലവർ പോലെയൊക്കെ ഉണ്ടല്ലോ. ഇനി നമ്മുടെ ഫ്ലവർ ആണോ അല്ലെങ്കിൽ ബോളാണോ എന്താണ് അതാവാൻ നോക്കാം. അപ്പോൾ ഏകദേശം വലിയ തെറ്റില്ലാത്ത എന്തോ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇത് വലുതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഒരു സില്ലി വ്ളോഗാണ്, കാര്യമായിട്ടൊന്നുമില്ല. എങ്കിലും ഞാൻ എൻ്റെ ലൈഫിലെ ചില മൊമെൻറ്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. റെസിപ്പി അറിയാത്തവരുണ്ടായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ വെട്ടുകേക്കൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ കഴിഞ്ഞ ഈവനിങ് വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ചായ കൂടി മഹാമഹം നല്ല തകൃതമായിട്ട് നടന്നു. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.